വന്നാട്ടെ വന്നാട്ടെ. ഷേണായി, എന്നോട് വലിയ ഭവ്യതയൊന്നും കാട്ടണ്ട. ഷേണായി ചെറുപ്പമാണെങ്കിലും എന്റെ അമ്മായിയപ്പനാകാൻ പോകുന്ന ആളല്ലേ, അല്ലേ വെങ്കട? ശരിയാണ്, എന്നാലും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണ്ടേ? അതെ അതെ, കയറി ഇരുന്നാട്ടെ. എന്തിനാ വന്നത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. അതേതാ? ഞാനിവിടെ അടുത്താണ്. നിങ്ങൾ ഇരിക്കുന്ന ഈ കസേരയും മേശയും നമ്മുടെ കമ്മത്തമോലുള്ള വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാൻ രുക്മയുടെ ബപ്പ പറഞ്ഞു. ഞാനത് കൊണ്ടുവന്നതാ. നിങ്ങൾ എണീറ്റ് പോയിട്ട് വേണം എനിക്കിത് തിരിച്ചു കൊടുക്കാൻ. അതിരിക്കട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ചേർത്തലന്ത് ഷേണായിയുടെ മൂത്ത മകൾക്ക് ഒരു കല്യാണാലോചന. അയ്യോ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ചുമന്നുകൊണ്ട് വരില്ലായിരുന്നല്ലോ. ആർക്കാ കല്യാണം? എനിക്ക് തന്നെ. നാളമില്ലേ തനിക്ക്? ഈ വയസ്സുകാലത്ത് തനിക്ക് എന്തിനാണ് കല്യാണം? അധികം പ്രസംഗി. എന്താണ് ഇത്ര മടി? പോർക്കപ്പുറത്ത് കിട്ടിയ ഭാഗ്യമാ. ദാരിദ്ര്യം കൂടാതെ നിനക്ക് ജീവിക്കാം. അങ്ങോട്ട് ചെല്ല്. മോക്ക് നല്ലത് വരും. അപ്പുറത്തേക്ക് ചെല്ല്. ചെല്ലു ചേച്ചി. വേഗം വരൂ മോളെ. ചെല്ലു മോളെ. പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അവളെ ഒന്ന് കാണണ്ടേ? നിർബന്ധമില്ല. പെണ്ണിന്റെ സൗന്ദര്യം എനിക്കൊരു കാര്യമല്ല. ഒരാൺസന്തതി ജനിക്കണം, അത്ര മാത്രം. അത് സാധിക്കും. കാപ്പി അങ്ങോട്ട് കൊടുക്കും മോളെ. അയാളെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കട്ടെ. നാരായണപ്പൈ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. സംസാരിച്ചോട്ടെ. എനിക്ക് ഈ കസേര മേശമെല്ലാം തിരിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് എന്റെ പപ്പട കച്ചവടത്തിൽ പോകാൻ. ഷേണായിക്കൊരു വാക്ക് പറയാമായിരുന്നല്ലോ എനിക്ക്. അവന് വിവരമില്ല. അതന്നെ. എന്താ പേര്? രുക്മ. രുക്മ, രുക്മിണി. പേര് രസമായിരിക്കണു. എത്ര വരെ പഠിച്ചു? 5ാം ക്ലാസ്. ഋതുവായപ്പോൾ സ്കൂൾ പഠിത്തം നിർത്തി. പിന്നീട് ഷേണായി പറഞ്ഞു സംസ്കൃതം പഠിപ്പിച്ചു എന്ന്. ആ, അങ്ങനെയാ? സിദ്ധരൂപം പഠിച്ചോ? ശാകുന്തളം പഠിക്കുന്നു. രസികത്തി, അപ്പോൾ ശൃംഗാരമൊക്കെ ഗ്രഹിച്ചിട്ടുണ്ടാവണം. കുട്ടി എങ്ങനെയുണ്ട്? എനിക്കൊരു ആൺസന്താനം ഉണ്ടാവാൻ ഇവൾ ധാരാളം മതി. അപ്പോ നിശ്ചയദാമ്പൂലത്തിന്റെ തീയതി നിശ്ചയിച്ചാ മതി. അടുത്ത ഞായറാഴ്ചയാകാം. ആയിക്കോട്ടെ. കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞ ബ്രാഹ്മണ പെണ്ണ് അന്യജാതി പുരുഷന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നു. നിനക്ക് പോടി. ഇനിമേൽ പഠിത്തം ഒന്നും വേണ്ട. അന്യജാതി പുരുഷന്മാരുടെ മുമ്പിൽ പോകാനും പാടില്ല. ഇങ്ങോട്ട് വരൂ.
എന്താ മോളെ? അമ്മേ, എനിക്ക് ഈ വിവാഹം ഒട്ടും ഇഷ്ടമല്ല. അയാൾക്ക് ബപ്പേക്കാൾ പ്രായമുണ്ട്. മോളെ, അമ്മയ്ക്കും ദുഃഖമുണ്ട്. മറ്റു നിവൃത്തിയില്ല മോളെ. നിന്നെ കല്യാണം കഴിച്ചയക്കേണ്ട പ്രായം എന്നേ കഴിഞ്ഞു പോയി. ബപ്പായുടെ നിവൃത്തികേട് കൊണ്ട് നല്ലൊരു വിവാഹം കിട്ടുമെന്നും വിചാരിക്കാൻ വയ്യ. ആ ചുറ്റുപാടിലാണ് ഈ ആലോചന വന്നത്. അയാൾ പണക്കാരനാണ്, സ്ത്രീധനം കൊടുക്കണ്ട. പല വിധത്തിലും ബപ്പയെ സഹായിക്കും. പ്രയാഗയ്ക്കെങ്കിലും നല്ലൊരു വിവാഹം കിട്ടും. ഞാൻ ഇറക്കാൻ പോയി. വേണ്ട വേണ്ട, സൂക്ഷിച്ച് പിടിക്കണ. റുക്മ വരട്ടെ. റുക്മ, റുക്മ. റുക്മ എന്തേ? പിടിച്ചിറക്കാനാണോ? ഞാൻ പിടിക്കാം. പിടിക്കാം. എങ്ങനെ ഒപ്പിച്ചു? എങ്ങനെയൊക്കെയോ സാധിച്ചു. കമ്മത്ത് കുറെ രൂപ തന്നു. റുക്മയെ വിളിച്ച എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണമെന്ന് പറ. അവൾ ഇവിടെ ഇല്ല. നിശ്ചയിത അമ്പലത്തിന് കൂട്ടുകാരിയെ ക്ഷണിക്കാൻ പോയിരിക്കുക. വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, എനിക്ക് കോർപ്പറേഷൻ പൈപ്പുണ്ട് വെള്ളം കുടിക്കാൻ. നിങ്ങളുടെ വെള്ളം എനിക്ക് വേണ്ട.